ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ ബിബിൻ. ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് പ്രാചീന മധ്യകാല മലയാള കവിത എന്ന പേപ്പറിലെ ഒരു ഭാഗമായിട്ടുള്ള ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന മാപ്പിളപ്പാട്ടിലെ കുറച്ച് ഭാഗങ്ങളാണ്. മോയിൻകുട്ടി വൈദ്യരാണ് ഇതിൻ്റെ രചയിതാവ്. വായിച്ചു മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടുള്ളതും കുറച്ച് ദുർഗ്രഹവുമായ വരികളാൽ നിറഞ്ഞു നിൽക്കുന്ന പഴയ മാപ്പിളപ്പാട്ടുകളിൽ പ്രധാനമാണ് ഈ പാട്ട്. അപ്പോൾ ഇതിലെ ഈ വരികളുടെ ആശയം നമുക്കൊന്ന് മനസ്സിലാക്കാം. ബദറുൽ മുനീറിനെ ഒരു കട്ടിലിൽ കിടത്തി ജിന്നായ സുഫൈറ അകത്തിരിക്കുന്നു. എന്നിട്ട് അവൻ്റെ പുറവും നെഞ്ചും തടവിക്കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറന്ന് നമ്മുടെ ബദറുൽ മുനീർ ഞെട്ടിപ്പോകുന്നു. ഇതാരാണ്? അടുത്തിരിക്കുന്നത് ആരാണ്? ഈ കട്ടിൽ ഏതാണ് എന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ്. വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് തൻ്റെ അടുത്തിരിക്കുന്നത്. അത് ഗൊമർബാൻ അല്ലല്ലോ, പിന്നെ ആരാണ് എന്ന് അവൻ ചിന്തിക്കുകയാണ്. അവളുടെ സൗന്ദര്യം കണ്ട് അവൻ അതിൽ മയങ്ങിപ്പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നു. നല്ല മനോഹരമായ തലമുടി. ആരാണ് ഈ സുന്ദരി എന്ന് അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവളുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കണ്ടാൽ ദീപം പോലും ഓടി ഒളിക്കും എന്നാണ് പറയുന്നത്. പവിഴം പോലും നാണിച്ചു പോകുന്ന ചുണ്ടാണ് അവൾക്ക് ഉള്ളത്. അവളുടെ നാക്കും പല്ലും മിന്നൽ പോലെ തിളങ്ങുന്നവയാണ്. ഇത്രയും സുന്ദരിയായ ഇവൾ ആരാണ്, എത്തരക്കാരിയാണ് എന്ന് എങ്ങനെ അറിയും എന്ന് പറഞ്ഞ് ദുഃഖിതനായി പോകുന്നു പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ ദുഃഖിതനാകുമ്പോൾ എന്താണ്? പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ചിരിച്ചല്ലോ, പിന്നെ എന്താണ് ദുഃഖം എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അടുത്തിരിക്കുന്ന സുഫൈറ. എന്നിട്ട് ഞാൻ എൻ്റെ കഥ പറയാം, അത് കേട്ടുകൊള്ളുക, എനിക്ക് നീണ്ട ഒരു കഥ പറയാനുണ്ട്, അത് കേട്ടുകൊള്ളുക എന്നാണ് പറയുന്നത്. പിന്നീട് താനൊരു ജിന്നാണെന്നും ജിന്നുകളുടെ ഏറ്റവും വലിയ ഒരു ജിന്നായിട്ടുള്ള ഒരാളാണ് തൻ്റെ പിതാവ് എന്നും പിതാവിനെയും സഹോദരനെയും തനിക്ക് പേടിയാണ് എന്നും അങ്ങനെ താൻ ഒരു മനുഷ്യനെ തേടി അലയുകയായിരുന്നു, അങ്ങനെയാണ് താൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടെത്തിയത് എന്നും അവൾ പറയുകയാണ്. ഇതാണ് ഈ വരികളുടെ ഒരാശയം. കൂടുതൽ മനോഹരങ്ങളായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും. താങ്ക് യു.